നമസ്കാരം. രാത്രിയുടെ മറവിൽ യുക്രൈന് നേരെ റഷ്യയുടെ ശക്തമായ തിരിച്ചടി. ഡ്രോൺ ആക്രമണത്തിൽ ഒരു വയസ്സുള്ള കുട്ടിയും അമ്മയും മുത്തശ്ശിയും അടക്കം 5ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. വടക്കൻ യുക്രൈൻ നഗരമായ പ്രൈലൂക്കിയിലാണ് വ്യാഴാഴ്ച രാത്രി 5 പേർ കൊല്ലപ്പെട്ടത്. ജനവാസ കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. അഗ്നിശമന സേനാ മേധാവിയുടെ ചെറുമകനാണ് കൊല്ലപ്പെട്ട ഒരു വയസ്സുകാരനെന്ന് യുക്രൈൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ക്ലൈമെങ്കോ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം. ഞായറാഴ്ച റഷ്യയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ഞെട്ടിപ്പിക്കുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് തങ്ങൾ പകരം വീട്ടുമെന്ന് പുടിൻ ട്രംപിനോട് പറഞ്ഞു. പുടിനുമായി 75 മിനിറ്റ് സംസാരിച്ചെങ്കിലും സമാധാനത്തിന് വഴിയൊരുക്കാൻ പോന്നതായില്ല എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കി. തലസ്ഥാനമായ കീവിന് 100 കിലോമീറ്റർ കിഴക്ക് ഏകദേശം 50,000 പേർ താമസിക്കുന്ന നഗരമാണ് പ്രൈലൂക്കി. ഇവിടെ പറയത്തക്ക സൈനിക താവളങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായി. കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇവിടെ ഇതിനു മുൻപ് റഷ്യൻ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഡോണക്സ്ക്, ഒഡേസ, സുമി, ചെർണിഹിവ്, നിപ്രോ, ഗെർസോൺ എന്നിങ്ങനെ വിവിധ മേഖലകളിലായി റഷ്യ 103 ഡ്രോണുകളും ഒരു ബാലിസ്റ്റിക് മിസൈലും തൊടുത്തുവിട്ടുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ഇത് മറ്റൊരു വിപുലമായ ആക്രമണമാണ്. റഷ്യക്കെതിരെ സാധ്യമായ ഏറ്റവും ശക്തമായ ഉപരോധം ഏർപ്പെടുത്താൻ മതിയായ കാരണമാണെന്നും സെലൻസ്കി പറഞ്ഞു. തെക്കൻ യുക്രൈനിലെ ഗെർസോണിൽ സർക്കാർ ഓഫീസുകൾ റഷ്യൻ ബോംബാക്രമണത്തിൽ തകർന്നതിന്റെ ചിത്രങ്ങൾ സെലൻസ്കി പങ്കുവച്ചു. 2 തവണ ബോംബാക്രമണം നടത്തിയതായും കരുതിക്കുട്ടിയുള്ള ആക്രമണമായിരുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം 632ാമത്തെ കുട്ടിയാണ് തങ്ങൾക്ക് നഷ്ടമായതെന്നും സെലൻസ്കി ട്വീറ്റ് ചെയ്തു. അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ച സെലൻസ്കി പുടിനെ നേരിട്ട് കാണാമെന്ന് സമ്മതിച്ചിരുന്നു. കൂടുതൽ രാജ്യാന്തര ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയെ വഴിക്ക് കൊണ്ടുവരണമെന്നാണ് യുക്രൈൻ പ്രസിഡന്റിന്റെ താല്പര്യം. എന്നാൽ ഒരു അനുരഞ്ജനത്തിനും തയ്യാറാവാത്ത പുടിൻ സെലൻസ്കിയെ കാണാനും തയ്യാറല്ല. യുക്രൈന്റെ ഉന്നത ഉപദേഷ്ടാവ് ആൻഡ്രി യെർമാക് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിലെത്തി മുതിർന്ന അമേരിക്കൻ അധികൃതരെ കണ്ട് റഷ്യയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. റഷ്യ മനഃപൂർവ്വം വെടിനിർത്തൽ ചർച്ചകൾ മുടക്കുകയാണെന്നും സമാധാനത്തിലേക്കുള്ള വഴി തടയുകയാണെന്നുമായിരുന്നു യുക്രൈൻ നേതാക്കളുടെ നിലപാട്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന പേരിലുള്ള നീക്കത്തിൽ ജൂൺ 1 ഒരു കൂട്ടം യുക്രൈനിയൻ ഡ്രോണുകൾ റഷ്യൻ അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 5 സൈനിക വിമാനത്താവളങ്ങളെ ലക്ഷ്യം വെക്കുകയും ഏകദേശം 41 ബോംബർ വിമാനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതോടെ പുടിൻ പ്രതികാരദാഹിയായെന്ന സംശയവും ഉയർന്നു. യുക്രൈന് തിരിച്ചടി നൽകിയതിനു ശേഷം മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്ന നിലപാടിലായിരുന്നു നേരത്തെ തന്നെ പുടിൻ. ഇക്കാര്യം പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ഫോണിൽ വിളിച്ച് അറിയുകയും ചെയ്തിരുന്നു. ട്രംപും പുടിനും തമ്മിൽ വളരെ നാളായി തുടരുന്ന ഫോൺ ചർച്ചകൾ ഒരിടത്തും എത്താതെ തുടരുകയാണ്. പുടിനുമായി ഫോണിൽ ചർച്ച നടത്തിയതായും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കിയിരുന്നു. 1.25 മണിക്കൂറായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുവരും സംസാരിച്ചത്. യുക്രൈൻ ഈയിടെ നടത്തിയ ഡ്രോൺ ആക്രമണവും ചർച്ചാ വിഷയമായെന്നും ട്രംപ് വെളിപ്പെടുത്തി. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആക്രമണത്തിന് റഷ്യ തിരിച്ചടി നൽകാൻ പദ്ധതിയിടുകയാണെന്ന് കരുതപ്പെടുന്നു എന്നായിരുന്നു ട്രംപ് നേരത്തെ വ്യക്തമാക്കിയത്. ചർച്ച വളരെ നന്നായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ശ്രമങ്ങളിൽ പുരോഗതി കാണുന്നില്ലെന്നും വ്യക്തമാക്കി. യുക്രൈനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പുടിൻ പറഞ്ഞതായും ട്രംപ് വെളിപ്പെടുത്തി. വർഷങ്ങളായി തുടരുന്ന സംഘർഷത്തിൽ മരണസംഖ്യ വർദ്ധിച്ചു വരുന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ട്രംപ് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. ഇറാന്റെ ആണവ നിരായുധീകരണത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ഇറാൻ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്നതായിരുന്നു ട്രംപിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ അമേരിക്കയുടെ നിലപാടിനോട് പുടിനും യോജിച്ചിരുന്നതായും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു.